സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. അതിനിടയിലാണ് ജീവനക്കാരുടെ കൂട്ടവിരമിക്കലെത്തിയിരിക്കുന്നത്. 16,000-ഓളം സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത്. ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം 9,000 കോടി രൂപയോളം വേണം. ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ഒരു മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിന് 900 കോടി വേണം. അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം. ഈ സാഹചര്യത്തിൽ ധനപ്രതിസന്ധിക്കിടെ വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ 900 കോടി രൂപ വേണം. ഈ സാഹചര്യത്തിലാണ് വായ്പ എടുക്കാൻ സർക്കാരിൻ്റെ ശ്രമം. അനുവദിച്ച മുൻകൂർ വായ്പ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു. കടമെടുക്കുന്നതിനുള്ള അന്തിമ അനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മെയ് ആദ്യം വായ്പാ അനുമതി കിട്ടാനുള്ളതായിരുന്നു. 37,512 കോടി കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ 9 മാസം എടുക്കാവുന്ന തുക എത്ര എന്ന് പറഞ്ഞിട്ടില്ല. ആ അനുമതി കിട്ടാതെ ഇനി കടമെടുക്കാനും ആവില്ല. മുൻകൂറായി 5,000 കോടി കടമെടുക്കാൻ അനുമതി തേടിയപ്പോൾ കിട്ടിയത് 3,000 കോടി മാത്രമായിരുന്നു. ഈ തുക ഉടൻ തന്നെ എടുക്കുകയും ചെയ്തു. ഇനി 1 രൂപ കടമെടുക്കാനും അനുമതി കിട്ടണം. ഇക്കാര്യം ഓർമ്മിപ്പിച്ചും സംസ്ഥാനത്തെ ധനസ്ഥിതി വ്യക്തമാക്കിയും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. എന്നാൽ ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് മറുപടിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പെൻഷൻ പ്രായം ഉയർത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനമില്ലാതെ പെൻഷൻ പ്രായം ഉയർത്തുന്നതും പ്രതിസന്ധി ഉണ്ടാക്കിയേക്കും. ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ നൽകാനും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ. ചുരുക്കത്തിൽ കേരള സർക്കാർ കഠിന ദാരിദ്ര്യത്തിലാണ്. ഗവൺമെൻറ്റിൻ്റെ വരുമാനവും ചെലവും തമ്മിൽ അന്തരമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ചെറിയൊരു കാലം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. പ്രതിസന്ധിക്ക് സംസ്ഥാനം കേന്ദ്രത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. കേന്ദ്രം സാമ്പത്തിക നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇതാണ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഞെരുക്കത്തിലകപ്പെടാൻ കാരണമെന്നും സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നു. അത് ശരിവയ്ക്കുന്ന ചില പ്രധാന കണക്കുകളും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സുസ്ഥിര വികസന സൂചിക പ്രകാരം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന 3 സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും കർണാടകവും. 10ാം ധനകാര്യ കമ്മീഷൻ മൊത്തം കേന്ദ്ര വിഹിതത്തിൻ്റെ 3.9% കേരളത്തിന് അനുവദിച്ചത്. തമിഴ്നാടിന് 6.6%, കർണാടകത്തിന് 5.3% നൽകി. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷൻ ഇത് യഥാക്രമം 1.9, 4.1, 3.7 എന്നിങ്ങനെ വെട്ടിക്കുറച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അംഗീകരിച്ച മുഖ്യമന്ത്രി ഈ സ്ഥിതിക്ക് കാരണം കേന്ദ്രത്തിൻ്റെ നടപടികളാണെന്ന് ആവർത്തിച്ച് ആരോപിക്കുന്നു. GST ഏർപ്പെടുത്തിയത് നികുതി വരുമാനത്തെ ബാധിച്ചു. അർഹതപ്പെട്ട വായ്പാനുമതിയിൽ 19,000 കോടി രൂപ കേന്ദ്രം നിഷേധിച്ചു. റവന്യൂ കമ്മി ഗ്രാൻറ്റിൽ 8,400 കോടി രൂപയുടെ കുറവ് വന്നു. GST നഷ്ടപരിഹാരമായി ലഭിച്ചുകൊണ്ടിരുന്ന 12,000 കോടി രൂപ ഇല്ലാതായി. ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപടികളാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കിഫ്ബി വഴി കേരളം എടുത്ത ഓഫ് ബജറ്റ് വായ്പ കേന്ദ്രം വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി. ഇതിലാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ എതിർപ്പ്. കിഫ്ബി വഴി എടുക്കുന്ന വായ്പയിൽ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് CAG ആണ്. ഇത് സംബന്ധിച്ച് കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്രം ഒരു തുകയും തടഞ്ഞു വയ്ക്കുകയല്ല, മറിച്ച് കേരളം മതിയായ അപേക്ഷകൾ നൽകുകയും നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്യാത്തതാണ് തുക വിട്ടു നൽകാൻ വൈകുന്നതെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളം സന്ദർശിച്ചപ്പോൾ പറഞ്ഞത്.